നമ്മുടെ അമ്മമാർക്ക് അതായത് വീട്ടമ്മമാർക്ക് ഒരു കൈത്താങ്ങുന്നൊരു രീതിയിൽ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു പെൻഷൻ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടമ്മ പെൻഷൻ എന്നൊക്കെ ഈ ഒരു പദ്ധതിയെ പറയാം. അതായത് നമ്മുടെ അമ്മമാർക്ക് ഒരു കൈത്താങ്ങ്, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ജോലിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത അമ്മമാർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു പദ്ധതിയാണ് ഈ ഒരു പദ്ധതി. ഇത് പ്രകാരം നിങ്ങൾക്ക് 1000 രൂപയാണ് എല്ലാ മാസവും പെൻഷൻ തുകയായിട്ട് കിട്ടുന്നത്. 35 വയസ്സിന് ശേഷവും അതുപോലെ 60 വയസ്സിനുള്ളിലായിട്ടുള്ള സ്ത്രീകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു പെൻഷൻ കിട്ടുക. കാരണം 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് വേറെ പെൻഷൻ പദ്ധതികളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് 60 വയസ്സിന് ഉള്ളിലായിരിക്കണം. അതുപോലെ തന്നെ 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും ആയിരിക്കും ഈ ഒരു പദ്ധതി പ്രകാരം ഈ ഒരു എമൗണ്ട് കിട്ടുന്നത്. ഇപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് വേറെ ജോലിയോ കാര്യങ്ങളോ ഉള്ള സ്ത്രീകൾക്കാണെങ്കിൽ കിട്ടത്തില്ല കേട്ടോ. ഇതിന് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് മാത്രമായിരിക്കും, അർഹത നോക്കിയിട്ടായിരിക്കും ഈ ഒരു പെൻഷൻ പദ്ധതിയിലോട്ട് എടുക്കുക. അതുമാത്രമല്ല, ഈ ഒരു പെൻഷൻ പദ്ധതി പ്രകാരം ഏറ്റവും വലിയ മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ റേഷൻ കാർഡ് തന്നെയാണ്. നമ്മുടെ റേഷൻ കാർഡിന് ആ ഒരു രീതി നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ സ്കീമിലോട്ട് ചേരാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുക. കാരണം മഞ്ഞ, പിങ്ക് ആ ഒരു റേഷൻ കാർഡിലുള്ള സ്ത്രീകൾക്കാണ് ഇതിന് മുൻഗണനയുള്ളത്. അവർക്കായിരിക്കും ഈ ഒരു പദ്ധതി പ്രകാരം ഈ ഒരു എമൗണ്ട് മാസം അക്കൗണ്ടിലോട്ട് എത്തുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നിങ്ങൾ നീല അതുപോലെ വെള്ള റേഷൻ കാർഡുകാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നവംബർ മാസം 17-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കാവുന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ BPL കാർഡിലോട്ട് നിങ്ങൾക്ക് അർഹത ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അതായത് അതിനൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വാർഷിക വരുമാനം 1,00,000 രൂപയ്ക്ക് താഴെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് BPL കാർഡിലോട്ട് മാറാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ നവംബർ 17-ാം തീയതിക്ക് ശേഷം നിങ്ങളിപ്പോൾ അക്ഷയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോമൺ സർവീസ് സെൻറ്റർ മുഖാന്തരമോ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാവുന്നതാണ്. ആ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം മുൻകൂട്ടി തന്നെ നിങ്ങൾ മുൻകൂട്ടിയായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് നിങ്ങൾ എടുത്ത് വയ്ക്കുക. അങ്ങനെ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നവംബർ 17-ാം തീയതിക്ക് ശേഷം പോയി നിങ്ങൾക്ക് ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ അവർ നിങ്ങൾ അർഹത നോക്കിയിട്ട് നിങ്ങളിപ്പോൾ BPലോട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള സ്ത്രീകൾക്കും, അതായത് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള അതിലുള്ള സ്ത്രീകൾക്ക് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് അപേക്ഷ വയ്ക്കാവുന്നതാണ്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കാരണം മഞ്ഞ, പിങ്ക് കാർഡിലെ സ്ത്രീകൾക്കാണ് ഇതിന് മുൻഗണനയുള്ളത്. അതുപോലെ തന്നെ ജോലി ഇല്ലാത്ത സ്ത്രീകൾക്കും ആയിരിക്കും. അതായത് നമ്മുടെ അമ്മമാർക്ക്, വീട്ടമ്മമാർക്ക് അവർക്കൊരു കൈത്താങ്ങുന്നൊരു രീതിയിൽ മാത്രമാണ് സർക്കാർ ഈ ഒരു പെൻഷൻ പദ്ധതി ഇപ്പോൾ വച്ചിട്ടുള്ളത്. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾക്ക് ഇപ്പോൾ ഫോണിൽ മെസ്സേജ് വന്നിട്ടുണ്ട്, ഈ ഒരു പദ്ധതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് മാസം തോറും 1000 രൂപയാണ് കിട്ടുന്നത്, അങ്ങനത്തെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജും നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു മെസ്സേജ് വന്നിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മുൻഗണനയാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. പിന്നെ മെസ്സേജ് വന്നില്ല എന്ന് കരുതിയിട്ട് നിങ്ങളത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ മെസ്സേജ് വരാത്തവർക്കായാലും നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കുക. ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സർക്കാർ ഈ ഒരു ചുമതല ഏറ്റ ടൈമിൽ തന്നെ സ്ത്രീകൾക്കൊരു കൈത്താങ്ങുന്നൊരു രീതിയിൽ ഒരു പദ്ധതി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടൈമിൽ അത് നടന്നില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ അവർ ആ ഒരു പദ്ധതിയിലോട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടമ്മമാർക്ക് ഉറപ്പായിട്ടും ഒരു കൈത്താങ്ങുന്നൊരു രീതി തന്നെയാണ് അവരിപ്പോൾ ഈ ഒരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പദ്ധതിയിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊന്നും ഇതുവരെയും വന്നിട്ടില്ല. ആ ഒരു ഡേറ്റും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും നിങ്ങളെ അറിയിക്കുന്നതാണ്. ആ ഒരു ടൈമിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. പക്ഷേ നിങ്ങൾ മുൻകൂട്ടി തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ എടുത്തു വയ്ക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തായാലും ആ ഒരു പദ്ധതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കൊണ്ടുപോയിട്ടെല്ലാം റെഡിയാക്കാവുന്നതാണ്. അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ വീട്ടമ്മമാർക്കും ഒരു പെൻഷൻ സ്കീം തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്ത്രീ സുരക്ഷ, ഈ ഒരു പെൻഷൻ സ്കീം എല്ലാവർക്കും എന്തായാലും യൂസ്ഫുൾ ആണ്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കാണാം, ഒരുപാട് പേർക്ക് ഈ ഒരു കാര്യം അറിയാത്തവർ കാണും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുവാണെങ്കിൽ ഈ ഒരു വീഡിയോ മറ്റുള്ളവരോട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു.